നമസ്കാരം. പ്രധാന വാർത്തകൾ. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം കടുത്ത അവഗണന തുടരുകയാണെന്ന് മന്ത്രി കെ രാജൻ. L3 വിഭാഗത്തിലുള്ള ദുരന്തമാണെന്ന് പ്രഖ്യാപിച്ചത് 5 മാസത്തിനു ശേഷം. 2321 കോടിയുടെ റിപ്പോർട്ട് സമർപ്പിച്ച കേരളത്തിന് അനുവദിച്ചത് 260 കോടി മാത്രം. മണ്ണിന്റെ പ്രത്യേകതകൾ ശാസ്ത്രീയമായി തിരിച്ചറിഞ്ഞുള്ള കൃഷിരീതികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. മണ്ണിന്റെ പോഷക ഘടകങ്ങൾ അറിഞ്ഞ് പരിചരിച്ചാൽ കാർഷിക മേഖലയിൽ വലിയ നേട്ടമുണ്ടാകും. കൊയ്ത്തിനൊരു കൈത്താങ്ങ്, കൊയ്ത്ത് യന്ത്രങ്ങളുടെ ഫ്ളാഗ് ഓഫ് ആലത്തൂരിൽ. ഇനി മത്സരിക്കാനില്ലെന്ന മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ പ്രഖ്യാപനം പരാജയ ഭീതി കൊണ്ടുള്ള മുൻകൂർ ജാമ്യമെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് എ തങ്കപ്പൻ. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പാക്കാൻ കഴിയാത്ത കുറ്റബോധം മന്ത്രിയെ വേട്ടയാടുന്നുണ്ടെന്നും എ തങ്കപ്പൻ. ചിറ്റൂരിൽ 260 കിലോമീറ്റർ സ്വദേശരക്ഷാ പദയാത്രയുമായി കോൺഗ്രസ്. ചാവക്കാട് SIയെയും പോലീസുകാരനെയും യുവാവ് കുത്തിവീഴ്ത്തി. പ്രതി ബേബി റോഡ് സ്വദേശി നിസാറിന് മാനസിക പ്രശ്നങ്ങളുണ്ടെന്ന് സംശയം. സാഹസികമായി പിടികൂടിയ പ്രതി മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നതിനിടെയും പോലീസുകാരെ ആക്രമിച്ചു. കുത്തേറ്റ പ്രതിയുടെ സഹോദരനും ആശുപത്രിയിൽ. വാളയാറിൽ വീണ്ടും എക്സൈസിന്റെ കഞ്ചാവ് വേട്ട. KSRTC ബസ്സിൽ കടത്തുകയായിരുന്ന 2 കിലോ കഞ്ചാവുമായി ബംഗാൾ സ്വദേശി അറസ്റ്റിൽ. പത്ര ഏജന്റുമാർക്ക് ക്ഷേമനിധി ബോർഡ് രൂപീകരിക്കണമെന്ന് ന്യൂസ് പേപ്പർ ഏജന്റ്സ് അസോസിയേഷൻ. പത്രവായന പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കണം. അസോസിയേഷൻ സംസ്ഥാന നേതൃത്വ ക്യാമ്പ് കുളപ്പുള്ളിയിൽ. സർക്കാർ അവഗണനയ്ക്കെതിരെ റേഷൻ വ്യാപാരികൾ പ്രക്ഷോഭത്തിലേക്ക്. ഒക്ടോബർ 7-ന് നിയമസഭാ മാർച്ച്. അവഗണന തുടർന്നാൽ നവംബർ 1 മുതൽ താലൂക്ക് സപ്ലൈ ഓഫീസുകൾക്ക് മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കുമെന്ന് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ. അഹിംസയുടെ മന്ത്രധ്വനികളുമായി ഗാന്ധി ജയന്തി. ജീവിതം സന്ദേശമാക്കിയ മഹാത്മാവിന്റെ സ്മരണയിൽ നാടെങ്ങും വിപുലമായ പരിപാടികൾ. അക്ഷരാമൃതത്തോടെ നവരാത്രി ആഘോഷങ്ങൾക്ക് സമാപനം. വിജയദശമി ദിനത്തിൽ ആദ്യാക്ഷരം കുറിച്ചത് ആയിരക്കണക്കിന് കുരുന്നുകൾ. വാർത്തകൾ വിശദമായി. കേന്ദ്രത്തിന്റെ 260 കോടി കേരളത്തിനുള്ള ഔദാര്യമല്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കടുത്ത അവഗണനയ്ക്ക് ഉദാഹരണമാണിത്. ദുരന്തം നടന്ന് 5 മാസം കഴിഞ്ഞാണ് L3 വിഭാഗത്തിലുള്ള ദുരന്തമാണെന്ന് പ്രഖ്യാപിച്ചതെന്നും ഇത് കേരളത്തിന് ലഭിക്കേണ്ട സഹായങ്ങൾ ഇല്ലാതാക്കിയെന്നും മന്ത്രി തൃശൂരിൽ പറഞ്ഞു. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് 2321 കോടി രൂപയുടെ റിപ്പോർട്ട് കേരളം നൽകിയിരുന്നു. റീകൺസ്ട്രക്ഷനു വേണ്ടിയാണ് ഇത് നൽകിയത്. ഇപ്പോൾ പണം നൽകിയിരിക്കുന്നതിലൂടെ കേരളത്തിന് ലഭിക്കേണ്ട ന്യായമായ ധനസഹായം ലഭിക്കില്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇത് കേരളത്തോട് തുടരുന്ന അവഗണനയാണെന്ന് മന്ത്രി കെ രാജൻ ചൂണ്ടിക്കാട്ടി. 2221 കോടി രൂപ ചോദിച്ചിട്ട് 260 കോടി മാത്രം നൽകിയത് കടുത്ത അവഗണനയാണെന്നും മന്ത്രി പറഞ്ഞു. 1202.12 കോടി രൂപയുടെ നഷ്ടപരിഹാരത്തിൽ 1 രൂപ പോലും തന്നില്ല. 2221.03 കോടി രൂപയുടെ റീകൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെൻറ്റിൽ ദീർഘകാലം കമ്മിറ്റി കൂടി ഇപ്പോൾ 260.56 കോടി രൂപ തരാം എന്ന ഔദാര്യം യഥാർത്ഥത്തിൽ കേരളത്തിനോടുള്ള വളരെ പച്ചയായിട്ടുള്ള അവഹേളനമാണ്. കേരളത്തിന് തരാൻ ആവശ്യമായിട്ടുള്ള പണം തരില്ല എന്നാണ് അതിൻ്റെ കാര്യം. ഇപ്പോൾ ഈ സബ് കമ്മിറ്റി ഓഫ് നാഷണൽ എക്സിക്യൂട്ടീവ് ഓഫ് NDMA സൂചിപ്പിക്കുന്നത്, ഈ ഉത്തരവിൽ കണ്ടത്, നിങ്ങൾക്ക് ഞങ്ങൾ സാസ്കി ഇനത്തിൽ പണം തന്നിട്ടുണ്ടല്ലോ, അത് വായ്പയാണ്, അത് ലോണാണ്. ആ ലോൺ മാർച്ച് 31-നകം ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറഞ്ഞു തന്ന സംഖ്യയാണ്. അതും ഇതും തമ്മിൽ എന്താണ് ബന്ധം? ആ വിധത്തിൽ ഇതിനെ മാറ്റി തീർക്കുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിനോട് തുടർന്ന അവഗണനയുടെ ഭാഗമാണ്. ഇനി അവസാനത്തെ കാര്യം, 3-ാമത്തെ കാര്യം, കേരളത്തിൽ ചൂരൽമലയിൽ ഈ ദുരന്തമുണ്ടായപ്പോൾ ആഗസ്റ്റ് 17-ന് കേരളം കൊടുത്ത മെമ്മോറാണ്ടത്തിൽ 3 കാര്യങ്ങളാണ് ഉണ്ടായത്. ഒന്ന്, ഞങ്ങൾക്ക് ഈ നഷ്ടപരിഹാരത്തിൻ്റെ പണം തരണം, തന്നില്ല. L3 ആയി ഞങ്ങൾ ഏറ്റവും പെട്ടെന്ന് പ്രഖ്യാപിക്കണം, 5 മാസം കഴിഞ്ഞു അത് പ്രഖ്യാപിക്കാം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചാവക്കാട് SIയെയും പോലീസുകാരനെയും യുവാവ് കുത്തിവീഴ്ത്തി. ചാവക്കാട് സ്റ്റേഷനിലെ SI ശരത് സോമൻ, CPO അരുൺ എന്നിവർക്കാണ് കുത്തേറ്റത്. ബേബി റോഡ് സ്വദേശി നിസാറാണ് ഇരുവരെയും കുത്തി പരിക്കേൽപ്പിച്ചത്. വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. നിസാറിൻ്റെ സഹോദരൻ ഫമീറിനെയും ഇയാൾ കുത്തി പരിക്കേൽപ്പിച്ചിരുന്നു. ഈ വിവരമറിഞ്ഞാണ് ചാവക്കാട് സബ് ഇൻസ്പെക്ടർ ശരത് സോമൻ, CPO അരുൺ, ഗ്രേഡ് CPO സുധീഷ് എന്നിവർ സ്ഥലത്തെത്തിയത്. സഹോദരനെ ആക്രമിച്ചു നിൽക്കുകയായിരുന്ന പ്രതിയെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ ഇയാൾ SIയെ കുത്തുകയായിരുന്നു. ഒപ്പം അരുണിനെ കുത്തുകയും ഇരുമ്പ് പൈപ്പ് കൊണ്ട് ആക്രമിക്കുകയും ചെയ്തു. പരിക്കേറ്റ പോലീസുകാരെ തൃശൂർ എലൈറ്റ് ആശുപത്രിയിലും ഫമീറിനെ തൃശൂർ അമല ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു.
വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസ് സംഘം നാട്ടുകാരുടെ സഹായത്തോടെ പ്രതിയെ സാഹസികമായി കീഴടക്കുകയായിരുന്നു. തുടർന്ന് മെഡിക്കൽ പരിശോധനയ്ക്കായി പ്രതി നിസാറിനെ ചാവക്കാട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഇതിനിടെയും പ്രതി പോലീസുകാരെ ആക്രമിക്കാൻ ശ്രമിച്ചു. CPO ഹരികൃഷ്ണൻ, അനീഷ് എന്നിവർക്ക് പരിക്കേറ്റു. കൈക്ക് കുത്തേറ്റ SI ശരത് സോമനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. നിസാറിന് മാനസികാസ്വാസ്ഥ്യമുള്ളതായി സംശയിക്കുന്നുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പത്ര ഏജന്റുമാർക്ക് ക്ഷേമനിധി ബോർഡ് രൂപീകരിക്കണമെന്നും പത്രവായന പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്നും ന്യൂസ് പേപ്പർ ഏജന്റ്സ് അസോസിയേഷൻ കുളപ്പുള്ളിയിൽ സംഘടിപ്പിച്ച അസോസിയേഷൻ സംസ്ഥാന നേതൃത്വ ക്യാമ്പ് സംസ്ഥാന പ്രസിഡന്റ് PK സത്താർ ഉദ്ഘാടനം ചെയ്തു. കുളപ്പുള്ളി സർവീസ് സഹകരണ ബാങ്ക് ഹാളിലായിരുന്നു ന്യൂസ് പേപ്പർ ഏജന്റ്സ് അസോസിയേഷൻ സംസ്ഥാന നേതൃത്വ ക്യാമ്പ് സംഘടിപ്പിച്ചത്. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് PK സത്താർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ദേശീയ കൗൺസിൽ അംഗം CP അബ്ദുൽ വഹാബ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി ചേക്ക് കരിപ്പൂർ, ട്രഷറർ അജീഷ് കുറ്റ്യാടി, സലീം രണ്ടത്താണി, അനീഫ പാലക്കാട്, AP ഉണ്ണികൃഷ്ണൻ, ബാബു വർഗീസ്, രജി നിലമ്പൂർ തുടങ്ങിയവർ സംസാരിച്ചു. അപ്പോൾ അതിന് ഉള്ള പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അനുമതി ഇല്ലാതെ നമ്മളത് തുടങ്ങാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ വൈറ്റ് കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പൊല്യൂഷൻ്റെ അതിൻ്റെ ആവശ്യമില്ല, ഒരു ഡിക്ലറേഷൻ മാത്രമേ വേണ്ടുള്ളൂ. നമ്മൾ പൈസ അടച്ചിട്ട് അവരുടെ ഇതിൻ്റെ ഓരോന്നിനും ഇതിനൊക്കെ ലൈസൻസ് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ലൈസൻസ് ഫീ അടയ്ക്കണം. അപ്പോൾ അതിന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ വൈറ്റ് കാറ്റഗറിക്ക് നമ്മൾ ലൈസൻസിന് ഫീസിൻ്റെ ആവശ്യമില്ല, ഒരു ഡിക്ലറേഷൻ മാത്രമേ വേണ്ടുള്ളൂ. ഇതെല്ലാ സേവനങ്ങളും ഓൺലൈനായിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. എല്ലാ സേവനങ്ങളും നമുക്കിപ്പോൾ റിട്ടേൺ ആയിട്ടുള്ള ഒരു കാര്യമില്ല. പഞ്ചായത്ത് പോയാലും ഇപ്പോൾ നമ്മൾ എന്ത് കാര്യം എഴുതി കൊടുക്കുകയല്ല, നമ്മൾ നേരിട്ട് ഓൺലൈൻ സംവിധാനത്തിലേക്ക് വന്നു കഴിഞ്ഞു. നമ്മൾ പഞ്ചായത്തിൻ്റെ കെട്ടിട നികുതി അടയ്ക്കാനാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും ആ ഓൺലൈൻ സംവിധാനത്തിലേക്ക് വന്നു. അപ്പോൾ ഈ ഒരു സേവനം നിങ്ങൾ പ്രയോജനപ്പെടുത്താൻ നമ്മൾ അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് തന്നെ പോകണമെന്നില്ല. നമ്മൾ ഇങ്ങനെ ഇതുപോലെ നമ്മുടെ വ്യവസായ വകുപ്പിൻ്റെ തന്നെ ഉദ്യോഗസ്ഥർ ചെയ്തു കൊടുക്കുന്നുണ്ട്. പത്ര ഏജന്റുമാർക്ക് ക്ഷേമനിധി ബോർഡ് രൂപീകരിക്കുക, പത്രവായന പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കുക, തെരുവുനായ ശല്യത്തിന് അടിയന്തര പരിഹാരം കാണുക എന്നീ ആവശ്യങ്ങൾ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി ഉന്നയിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മണ്ണിന്റെ പ്രത്യേകതകൾ ശാസ്ത്രീയമായി തിരിച്ചറിഞ്ഞുള്ള കൃഷിരീതികളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടി. കൊയ്ത്തിനൊരു കൈത്താങ്ങ പദ്ധതിയുടെ ഭാഗമായി ആലത്തൂരിൽ കൊയ്ത്ത് യന്ത്രങ്ങളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മണ്ണിൻ്റെ പോഷക ഘടകങ്ങൾ അറിഞ്ഞ് പരിചരിച്ചാൽ കാർഷിക മേഖലയിൽ വലിയ നേട്ടമുണ്ടാകുമെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി പറഞ്ഞു. കുറഞ്ഞ അളവിൽ വെള്ളം ഉപയോഗിച്ച് എങ്ങനെ മണ്ണിനെ പരിപാലിക്കാമെന്നത് കർഷകർ പഠന വിധേയമാക്കണം. ഇത് സംബന്ധിച്ചുള്ള പരിശീലന പരിപാടികളും അനിവാര്യമാണെന്ന് K കൃഷ്ണൻകുട്ടി ചൂണ്ടിക്കാട്ടി. ആലത്തൂർ നിയോജകമണ്ഡലത്തിൽ കഴിഞ്ഞ 9.5 വർഷം കൊണ്ട് സമസ്ത മേഖലകൾ എടുത്തു പറയത്തക്ക പ്രവർത്തനങ്ങളാണ് നടന്നത്. റോഡ് നവീകരണം, ജലസേചനം, കുടിവെള്ളം, കൃഷി, വിദ്യാഭ്യാസം, ആരോഗ്യം, പട്ടയ വിതരണം, ഡിജിറ്റൽ സർവേ എന്നിങ്ങനെ എല്ലാ മേഖലകളിലും നേട്ടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ സജീവമായി ഇടപെടുകയും അത്തരം പ്രശ്നങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്യുന്ന അപൂർവ MLA-മാരിൽ ഒരാളാണ്. നെല്ലുവിളിപ്പിനെ കുറിച്ച് വലിയ ഇടപെടൽ അദ്ദേഹം നടത്തി. കേരളത്തിൽ ആദ്യമായി ജലസേചനക്കാരുടെ സംരക്ഷണത്തിനും ജലവിനിയോഗത്തിനുമുള്ള ഫാർമേഴ്സ് അസോസിയേഷനുകൾ രൂപീകരിക്കപ്പെട്ടത് ആലത്തൂർ മണ്ഡലത്തിലാണ്. ഞാൻ ജലസേചനത്തിന്റെ ചാർജുണ്ടായിരുന്ന ഒരു മന്ത്രിയായിരുന്നു. സമഗ്ര കാർഷിക വികസനത്തിനായി MLA-യുടെ ആശയത്തിൽ ഇവിടെ രൂപം കൊണ്ട നിറ പദ്ധതി മറ്റു പ്രദേശങ്ങൾക്കും മാതൃകയാണ്. നിറയുടെ ആഭിമുഖ്യത്തിൽ വിവിധ പദ്ധതികളാണ് നടപ്പാക്കുന്നത്. കർഷകർക്ക് ആവശ്യമുള്ള വിത്തുകൾ, കീടനാശിനികൾ, കളനാശിനികൾ തുടങ്ങിയവയെല്ലാം മിതമായ നിരക്കിൽ ലഭ്യമാകുന്നതിന് പ്രവർത്തിക്കുന്നു. ആലത്തൂർ സ്വാതി ജംഗ്ഷനിൽ നടന്ന പരിപാടിയിൽ KD പ്രസേനൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോൾ മുഖ്യാതിഥിയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ A ഷൈനി, A പ്രേംകുമാർ, T വത്സല, പഞ്ചായത്ത് അംഗം N കുമാരി, നിറ കൺവീനർ MV രശ്മി, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ, ആലത്തൂർ നിറ കോർഡിനേറ്റർ മിത്തു ആൻഡോ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഇനി മത്സരിക്കാനില്ലെന്ന മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ പ്രഖ്യാപനം പരാജയ ഭീതി കൊണ്ടുള്ള മുൻകൂർ ജാമ്യമെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് A തങ്കപ്പൻ. DCC വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ നയിക്കുന്ന സ്വദേശരക്ഷാ പദയാത്ര ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു തങ്കപ്പൻ. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ കഴിയാത്തതിലുള്ള കുറ്റബോധം മന്ത്രി K കൃഷ്ണൻകുട്ടിക്കുണ്ട്. ഇനി മത്സരിച്ചാൽ പരാജയപ്പെടുമെന്ന് ഉറപ്പാണ്. ഇതുകൊണ്ടാണ് താൻ മത്സരരംഗത്ത് നിന്ന് പിന്മാറുകയാണെന്ന് മന്ത്രി മുൻകൂർ ജാമ്യമെടുക്കുന്നതെന്നും A തങ്കപ്പൻ പറഞ്ഞു. കർഷകദ്രോഹത്തിനെതിരെ കടുത്ത തിരിച്ചടിയാണ്
ഇടതു സർക്കാരിനെ കാത്തിരിക്കുന്നത്. കെ കൃഷ്ണൻകുട്ടിക്കു കീഴിൽ KSEB അഴിമതിയുടെ കൂത്തരങ്ങായി. ഇവിടെ വികസനം നടത്താൻ കഴിയില്ലെങ്കിൽ എൻ്റെ കൃഷ്ണൻകുട്ടിയേട്ടാ നിങ്ങളുടെ അവസാനിച്ച നാളുകളാണ് എണ്ണപ്പെടുന്നത്. ഇനി മാസങ്ങൾ എണ്ണിയാൽ മതി. ഒരു സംശയം വേണ്ട, ഇത് കഴിഞ്ഞാൽ വരുന്നത് ഐക്യജനാധിപത്യങ്ങളുടെ MLA ആയിട്ട് ഇവിടെ വരും. ഒരു തർക്കം വേണ്ട. കാരണം അദ്ദേഹം മുൻകൂർ ജാമ്യം എടുത്തു, ഞാൻ ഇനി മത്സരിക്കുന്നില്ല എന്ന്. നമുക്കറിയാലോ, അഗ്രഗണ്യനായിട്ടുള്ള അദ്ദേഹമാണ്. ഏറ്റവും കൂടുതൽ സൂത്രക്കാരായിട്ടുള്ള കൃഷ്ണൻകുട്ടി മനസ്സിലാക്കി മണത്തറിഞ്ഞിരിക്കുന്നു. അങ്ങ് നിന്ന തോൽക്കുന്ന അറിഞ്ഞതുകൊണ്ടാണ് അദ്ദേഹത്തിന് വേണ്ട ജയിക്കില്ല. കൃഷ്ണൻകുട്ടിന്റെ അവസാന നാൾ തോറ്റിട്ട് പിന്മാറി എന്ന് വരുത്താതിരിക്കാൻ അദ്ദേഹം മുൻകൂർ ജാമ്യം എടുത്തു, ഞാൻ മാറുന്നു എന്നുള്ളത്. സുമേഷ് അച്യുതന്റെ നേതൃത്വത്തിൽ നഗരസഭാ പഞ്ചായത്ത് തലത്തിൽ 260 കിലോമീറ്റർ ദൂരമാണ് പദയാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. പെരുവമ്പ് പഞ്ചായത്തിലെ മണ്ണത്തുകാവിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത്. ഒക്ടോബർ 15 വൈകുന്നേരം കൊഴിഞ്ഞമ്പാറയിൽ സമാപിക്കും. ഉദ്ഘാടന ചടങ്ങിൽ P. സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. മുൻ MLA K. അച്യുതൻ, K. ഗോപാലസ്വാമി, KS തണികാചലം, P. ശിവദാസ്, സജേഷ് ചന്ദ്രൻ, ശിവദാസ് പട്ടഞ്ചേരി, സച്ചിദാനന്ദ ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. റേഷൻ വ്യാപാരികളോട് സർക്കാർ നിഷേധാത്മക നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ. അവഗണനയ്ക്കെതിരെ ഒക്ടോബർ 7 അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിയമസഭാ മാർച്ച് നടത്തുമെന്ന് ജില്ലാ വൈസ് പ്രസിഡന്റ് VP രഘുനാഥ് പാലക്കാട് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. റേഷൻ വ്യാപാരികളോട് കാണിക്കുന്ന അവഗണന തുടരുകയാണെങ്കിൽ വ്യാപാരികളുടെ അതൃപ്തി വ്യക്തമാക്കി നവംബർ 1 മുതൽ താലൂക്ക് സപ്ലൈ ഓഫീസുകൾക്ക് മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കുമെന്നും രഘുനാഥ് വ്യക്തമാക്കി. ക്ഷേമനിധി ആനുകൂല്യങ്ങളും ഉത്സവകാല ആനുകൂല്യങ്ങളും ഇന്നും റേഷൻ വ്യാപാരികൾക്ക് അന്യമാണ്. റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് എത്രയും പെട്ടെന്ന് നടപ്പാക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചെങ്കിലും ഉണ്ടായില്ല. നിരന്തരം അധികാരിവർഗം റേഷൻ വ്യാപാരികളോട് അവഗണനയാണ് വെച്ചു പുലർത്തുന്നത്. സർക്കാരിന് പുറമെ ഉദ്യോഗസ്ഥ തലത്തിലും റേഷൻ വ്യാപാരികൾ പീഡിപ്പിക്കപ്പെടുകയാണെന്നും ഭാരവാഹികൾ ആരോപിച്ചു. കുടുംബങ്ങൾ കേരളത്തിൽ ഈ റേഷനുമായി ബന്ധപ്പെട്ട് ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവർക്ക് ഞങ്ങൾ അതിനെ സഹായം ചെയ്യുന്ന ഒരു വിഭാഗമാണ്. കഴിഞ്ഞ ഭരണകാലത്ത് എല്ലാ ഈ ആശാവർക്കർ, അയ്യങ്കാളി, തൊഴിലുറപ്പ്, മറ്റ് എല്ലാ മേഖലയ്ക്കും ഉത്സവത്തായി വാരിക്കോരി കൊടുത്തിട്ടും റേഷൻ മേഖലയെ അവഗണിക്കുന്ന രീതിയിലാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഈ നയം തുടർന്നു പോയാൽ ഞങ്ങൾ നവംബർ മാസം മുതൽ കടയടപ്പ് ഉൾപ്പെടെയുള്ള സമരവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. അതിൻ്റെ മുന്നോടിയായിട്ടാണ് 7-ാം തീയതി ഈ ഒക്ടോബർ 7-ന് നിയമസഭാ മാർച്ച് സംസ്ഥാനമൊട്ടുക്ക് റേഷൻ വ്യാപാരികൾ നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടക്കം എന്ന നിലയ്ക്കാണ് ജില്ലാതലങ്ങളിൽ ഞങ്ങൾ മാധ്യമ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ഈ വിഷയങ്ങൾ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇവിടെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത്. എന്തായാലും ഞങ്ങളുടെ ആനുകൂല്യം ഇതുവരെ പാക്കേജ് 2018 ശേഷം 7 വർഷമായി ഞങ്ങളുടെ പാക്കേജ് ഇതുവരെ ഒരു നടപടി മുന്നോട്ട് പോകാതെ ഒരു കമ്മിറ്റിയുടെ അടക്കം വെച്ചിട്ടുണ്ട്. ആ കമ്മിറ്റിയുടെ ഇതുപോലും നടപ്പിലാക്കാൻ കഴിയാത്ത സർക്കാരാണ് ഇവിടെ ഭരണവുമായി മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഞങ്ങളുടെ ഈ മേഖലയെ ദയനീയമായി പരാജയപ്പെടുത്തിക്കൊണ്ടുള്ള ഈ സർക്കാരിൻ്റെ മുന്നോട്ടുള്ള പോക്ക് അത്ര നല്ലതല്ല. എന്തായാലും ഞങ്ങൾ ഈ സർക്കാരിനെ എതിരെയാണ് ഈ സമരവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും തുടക്കക്കാരനായിട്ടാണ് 7-ാം തീയതി ഞങ്ങൾ നിയമസഭ മാർച്ച് വെച്ചിരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി A. കൃഷ്ണൻ, ട്രഷറർ PA സേതുരാജ്, MH അബ്ദുൽ നസീർ, KM അബ്ദുൽ സത്താർ, H റാഫി എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ജനങ്ങൾക്ക് ഒരുമിച്ചിരിക്കാനും ആശയങ്ങൾ പങ്കിടാനുമുള്ള വേദികൾ കൂടിയായി വായനശാലകൾ മാറണമെന്ന് കോങ്ങാടി MLA K. ശാന്തകുമാരി. തടുക്കശ്ശേരി വിവേകോദയ ഗ്രന്ഥശാലയുടെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. നഗരഗ്രാമങ്ങളുടെ സ്പന്ദിക്കുന്ന ഹൃദയമായി മാറാൻ വായനശാലകൾക്ക് കഴിയണമെന്നും പറഞ്ഞു. സാമൂഹ്യ പ്രശ്നങ്ങൾ ഇടപെട്ടുകൊണ്ട് ജനങ്ങളെയെല്ലാം ഒരുമിച്ച് നിർത്താനുള്ള വേദിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം കൊച്ചു കൊച്ചു വേദികളിലൂടെ മനുഷ്യർ സ്നേഹമാണ് പങ്കുവെക്കപ്പെടുന്നത്. അത് ജാതിയോ മതമോ ഒന്നും നോക്കിയിട്ടല്ല. ജാതിയും മതത്തിനും അതീതമായി മനുഷ്യരെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് സമൂഹത്തിൽ നന്മ കൊണ്ടുവരാൻ, അക്രമങ്ങളില്ലാതെ സമാധാനത്തോടെ ജീവിക്കാനുള്ള മനുഷ്യന്റെ അവകാശത്തെ സ്ഥാപിച്ചെടുക്കാനുള്ള വലിയ മാർഗമായി നമ്മുടെ നാട്ടുമ്പുറങ്ങളിലെ യൂത്ത് ക്ലബ്ബുകൾ, വായനാശാലകൾ, ഇത്തരത്തിൽ സാമൂഹ്യ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്ന കേരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സുനിൽ അധ്യക്ഷത വഹിച്ചു.
ചടങ്ങിൽ ഗ്രന്ഥശാല ഭാരവാഹികൾ MLAയെ ഉപഹാരം നൽകി ആദരിച്ചു. വായനശാലയിൽ KV വിജയദാസ് സ്മാരക ഹാളും നിർമ്മിച്ചിട്ടുണ്ട്. മുൻ MLA KV വിജയദാസ് അനുവദിച്ച ആസ്തി വികസന ഫണ്ടും കേരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഫണ്ടും ഉപയോഗിച്ചാണ് കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫെബിൻ റഹ്മാൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. രാമചന്ദ്രൻ, ബ്ലോക്ക് മെമ്പർ രജനി, ഗ്രന്ഥശാല സെക്രട്ടറി K. ശിവശങ്കരൻ, കാസിം മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു. വാർഡ് മെമ്പർ KA ബാലസുബ്രഹ്മണ്യൻ സ്വാഗതവും ലൈബ്രറിയൻ ഷനോജ് നന്ദിയും പറഞ്ഞു. കെട്ടിട ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും കരോക്കെ ഗാനമേളയും ഉണ്ടായി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മുള്ളൂർക്കരയിലുണ്ടായ SFI KSU സംഘർഷത്തിൽ അറസ്റ്റിലായ KSU നേതാക്കൾക്ക് ജാമ്യം. നേരത്തെ അറസ്റ്റ് ചെയ്ത KSU പ്രവർത്തകരെ പോലീസ് മുഖംമൂടിയിട്ടും കൈവിലങ്ങണിയിച്ചും കോടതിയിൽ ഹാജരാക്കിയത് വലിയ വിവാദമായിരുന്നു. ജാമ്യം ലഭിച്ച 4 KSU നേതാക്കൾക്ക് മുള്ളൂർക്കരയിൽ ചേലക്കര നിയോജക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സ്വീകരണം നൽകി. സ്ത്രീകൾ ഉൾപ്പെടെ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ പടുകൂറ്റൻ ജാഥയായാണ് വിദ്യാർത്ഥി നേതാക്കളെ വരവേറ്റത്. മുള്ളൂർക്കര സെൻട്രൽ ജാഥ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം ചാണ്ടി ഉമ്മൻ MLA ഉദ്ഘാടനം ചെയ്തു. കൊണ്ടുപോകുവാൻ കേരളത്തിലെ പോലീസിന് ധൈര്യം കൊടുത്തത് കേരളത്തിലെ മുഖ്യമന്ത്രി. 9 വർഷമായി നിയമവിരുദ്ധമായി സർക്കാർ പോലീസ് ചെയ്യുന്നതെല്ലാം കൂട്ടുനിന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനെ സുഹൃത്തിനെ എത്ര ക്രൂരമായി പോലീസ് മർദ്ദിക്കുന്നത്. പോലീസിൻ്റെ ന്യായീകരണം എടുത്താൽ പോലും എങ്ങനെയാണ് ചെറുപ്പക്കാരനെ ഇത്രയും ക്രൂരമായി മർദ്ദിക്കുന്നതെന്ന് ഉത്തരവില്ല. ഒറ്റ ഉത്തരവേ ഉള്ളൂ. ഈ ചെറുപ്പക്കാർക്ക് സംഭവിച്ചതും സുജിത്തിന് സംഭവിച്ചതും ഒരേ കാര്യമാണ്. എന്താണ്? സർക്കാരിൻ്റെ നിയമവിരുദ്ധമായ പ്രവർത്തനം. അതിന് നിയന്ത്രണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ്. അവരുടെ നിർദ്ദേശപ്രകാരം കേരളത്തിലെ പോലീസ് ചെയ്യുന്ന കുറ്റകൃത്യമാണിത്. ഈ 4 ചെറുപ്പക്കാരെ മുഖം മൂടിയിട്ട് കൊണ്ടുപോകുമ്പോൾ മറുവശത്ത് നമ്മൾ കാണുന്നത് എന്താ? BJPയുടെ നേതാവ് പ്രിന്റു. ആ പ്രിന്റുവിനെ ഒന്ന് അറസ്റ്റ് ചെയ്യാൻ മടിച്ചു നിൽക്കുന്ന പോലീസിനെയാണ്. ആ പ്രിന്റു പറഞ്ഞ കാര്യം എന്താ? തീവ്രവാദ പ്രവർത്തനമാണ് അദ്ദേഹം പറഞ്ഞത്. എന്താ? രാഹുൽ ഗാന്ധി കൊല്ലണമെന്നാണ് പ്രിന്റു മഹാദേവൻ പറഞ്ഞതെങ്കിൽ ആ പ്രിന്റുവിന് പൂമാലയിട്ട് സ്വീകരണം കൊടുക്കുന്ന കേരള പോലീസ് ഒരു വശത്ത് നിൽക്കുന്നു. വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷാനവാസ് അധ്യക്ഷത വഹിച്ചു. DCC വൈസ് പ്രസിഡന്റ് ശോഭ സുബിൻ മുഖ്യപ്രഭാഷണം നടത്തി. വിദ്യാർത്ഥികളെ ജാമ്യത്തിലിറക്കാൻ മുന്നിട്ടിറങ്ങിയ NS വർഗീസിനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. നേതാക്കളായ TM കൃഷ്ണൻ, അഡ്വക്കേറ്റ് OJ ജനീഷ്, രാധാകൃഷ്ണൻ, സുലൈമാൻ, വൈശാഖ, നാരായണസ്വാമി, അജിത്ത്, ഷാഹിദ്, ഗോകുൽ ഗുരുവായൂർ, അഖിലേഷ് പാഞ്ഞാൾ, സുരാജ്, പ്രകാശൻ, വിനോദ് പന്തലാടി, അഡ്വക്കേറ്റ് അലവി തുടങ്ങിയവർ സംസാരിച്ചു. ചേലക്കര നിയോജകമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ സ്വാഗതവും ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് മുഹിയുദ്ദീൻ ആറ്റൂർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വാളയാറിൽ വീണ്ടും എക്സൈസിന്റെ കഞ്ചാവ് വേട്ട. KSRTC ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്ന ബംഗാൾ സ്വദേശിയെയാണ് 2 കിലോ ഉണക്ക കഞ്ചാവുമായി അധികൃതർ പിടികൂടിയത്. എക്സൈസ് ഇൻസ്പെക്ടർ N. പ്രേമാനന്ദകുമാറിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് കോയമ്പത്തൂരിൽ നിന്ന് പത്തനാപുരത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സിൽ നിന്ന് കഞ്ചാവുമായി ബംഗാൾ സ്വദേശിയെ പിടികൂടിയത്. മുർഷിദാബാദ് കുപ്പില്ല താലൂക്കിൽ റായ്പൂർ വില്ലേജിൽ വിശ്വാസ്പാറ ദേശത്ത് വിശ്വാസ്പാറ വീട്ടിൽ SK ഖാലിദിൻ്റെ മകൻ 25 വയസ്സുള്ള SK മിലനാണ് 2 കിലോ കഞ്ചാവുമായി പിടിയിലായത്. ഉണക്ക കഞ്ചാവ് കൈവശം വെച്ച് കടത്തിയതിന് ഇയാളെ അറസ്റ്റ് ചെയ്ത് കേസെടുത്തു. പ്രതിയെയും തൊണ്ടിമുതലും തുടർ നടപടികൾക്കായി പാലക്കാട് റേഞ്ച് ഓഫീസിൽ ഹാജരാക്കി. വാഹന പരിശോധനയിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് KA മനോഹരൻ, മുഹമ്മദ് റിയാസ്, PK ഷിബു, ഗ്രേഡ് പ്രിവൻറ്റീവ് ഓഫീസർ K ജഗജിത്ത്, സിവിൽ എക്സൈസ് ഓഫീസർ കിഷോർ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ജീവിതം സന്ദേശമാക്കിയ മഹാത്മാവിൻ്റെ സ്മരണയിൽ നാട്. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച വിപുലമായ പരിപാടികളാണ് നാടെങ്ങും സംഘടിപ്പിച്ചത്. രാഷ്ട്രപിതാവിൻ്റെ ജന്മദിനം പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വിപുലമായി ആഘോഷിച്ചു. ഗാന്ധിജിയുടെ ഛായാചിത്രത്തിനു മുന്നിൽ പുഷ്പാർച്ചനയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് മധുരവിതരണവുമുണ്ടായി.
DCC പ്രസിഡന്റ് A. തങ്കപ്പൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CV സതീഷ്, നേതാക്കളായ PH മുസ്തഫ, സുധാകരൻ പ്ലാക്കാട്ട്, മനോജ് ചിങ്ങന്നൂർ, H. മുബാറക്, KB സുഗതൻ, H. സത്താർ, S. രവീന്ദ്രൻ, ഹരിദാസ് മച്ചിങ്ങൽ, മണ്ഡലം പ്രസിഡന്റുമാരായ S. സേവ്യർ, രമേഷ് പുത്തൂർ, SM താഹ, കൗൺസിലർമാരായ സാജോ ജോൺ, A. കൃഷ്ണൻ, D. ഷജിത് കുമാർ, സുഭാഷ് യാക്കര, സുജാത, അനുപമ, മിനി ബാബു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ നഗരസഭ ഗാന്ധി ജയന്തി ആഘോഷം ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. സ്വച്ഛ് ഭാരത് ദിവസിന്റെ ഭാഗമായി വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. ഷൊർണൂർ MCF ആൻഡ് RRF ഹാളിലായിരുന്നു ചടങ്ങ്. ഗാന്ധിജിയെ കുറിച്ച് ഞാൻ പറയേണ്ടത് നിങ്ങൾക്കറിയാം. അദ്ദേഹം യുദ്ധത്തിൻ്റെ കാര്യത്തിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മാലിന്യങ്ങളെ സംബന്ധിച്ചെല്ലാം ആശങ്കപ്പെട്ട ഒരു മഹത്തായിട്ടുള്ള വ്യക്തിയാണ്. ചടങ്ങിൽ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ P. സിന്ധു അധ്യക്ഷത വഹിച്ചു. ക്ലീൻ സിറ്റി മാനേജർ ശിവൻ സ്വാഗതം പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. കൃഷ്ണകുമാർ, കൗൺസിലർ TK ബഷീർ എന്നിവർ പ്രസംഗിച്ചു. നെടുങ്ങോട്ടൂർ, കാരക്കാട്, കല്ലിപ്പാടം എന്നീ നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലെ വിദഗ്ധ ഡോക്ടർമാരായ ഫസീദ, രശ്മി, സിദ്ദിഖ് സുബൈർ എന്നിവർ നയിച്ച ആരോഗ്യ ബോധവൽക്കരണ ക്ലാസുമുണ്ടായി. തുടർന്ന് ഹരിത കർമ്മസേനാംഗങ്ങൾ, അമൃതമിത്ര വർക്കേഴ്സ്, സാനിറ്റേഷൻ വർക്കേഴ്സ് എന്നിവർക്കായി മെഡിക്കൽ ക്യാമ്പ് നടത്തി. ചടങ്ങിൽ വിദ്യാർത്ഥികൾക്കുള്ള തുണിസഞ്ചികൾ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് വിതരണം ചെയ്തു. നഗരസഭാ പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി സ്വച്ഛതാ ഹി സേവ ക്വിസ് മത്സരവും സംഘടിപ്പിച്ചു. മത്സര വിജയികൾക്കുള്ള ഉപഹാരവും സർട്ടിഫിക്കറ്റുകളും നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് വിതരണം ചെയ്തു. സ്വച്ഛതാ ഹി സേവയുടെ ഭാഗമായി MCF ആൻഡ് RRF പരിസരത്ത് സ്ഥാപിച്ച സെൽഫി പോയിന്റ് ശ്രദ്ധേയമായി. ആരോഗ്യ വിഭാഗം ജീവനക്കാർ, അധ്യാപകർ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. വടനംകുറിശി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനം സമുചിതമായി ആചരിച്ചു. പുഷ്പാർച്ചനയുമുണ്ടായിരുന്നു. വാരണാസി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഗാന്ധി ജയന്തി ദിനം സമുചിതമായി ആചരിച്ചത്. ഗാന്ധിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടന്നു. പട്ടാമ്പി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് A. ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. മഹാനായ നേതാവാണ് ശ്രീമൻ മഹാത്മാഗാന്ധി. ഇപ്പം നമുക്ക് ആധുനിക കാലഘട്ടത്തിൽ ലോകത്ത് നടക്കുന്ന മനുഷ്യക്കുരുതികളെ പറ്റി കാണുമ്പോൾ അല്ലെങ്കിൽ വായിക്കുമ്പോൾ നമുക്കറിയാം, ഒരു തുള്ളി രക്തം ചിന്താതെ ഇത്തിരി സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് മുട്ടുകുത്തിച്ച മഹാത്മാഗാന്ധിയുടെ നയമാണ് എന്നും ലോകത്തിന് ശാശ്വതമെന്ന് കാണിച്ചിരുന്നത് മഹാത്മാവാണ് ശ്രീമൻ മഹാത്മാഗാന്ധി. ഇന്ന് നമ്മുടെ നാളത്തെ തലമുറയ്ക്കും ഈ മഹാത്മാവിന്റെ സന്ദേശം എന്തുകൊണ്ടും ഉപയോഗിക്കാൻ പറ്റിയ സന്ദേശമാണ്. എല്ലാവരും അതിന് മഹാത്മാഗാന്ധിയുടെ സന്ദേശം പരത്തുവാൻ വേണ്ടുന്ന നിർദ്ദേശം ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ. വാരണാസി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് P. രൂപേഷ് അധ്യക്ഷത വഹിച്ചു. ഷാഫി കാരക്കാട് മുഖ്യപ്രഭാഷണം നടത്തി. ബഷീർ പാത്തുപ്പടി, അസീസ് സൈദലവി, VT അലി, N. അഭിലാഷ്, TT സലീം, സലീം യൂസഫ്, സുന്ദരബാബു എന്നിവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഗാന്ധി ജയന്തി ദിനത്തിൽ പറളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പറളി ചെക്ക് പോസ്റ്റിലെ ഗാന്ധി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് നടന്ന യോഗം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MR ഗുരുവായൂരപ്പൻ ഉദ്ഘാടനം ചെയ്തു. MP ഷൺമുഖൻ, MA സുരേഷ് ബാബു, MC ബാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഷൊർണൂരിൽ അവശനിലയിൽ കണ്ടെത്തിയ തമിഴ്നാട് സ്വദേശിയെ ബന്ധുക്കളെ ഏൽപ്പിച്ച പോലീസ്. ഷൊർണൂർ DYSPയുടെ നേതൃത്വത്തിലാണ് ജീവകാരുണ്യ പ്രവർത്തനം. വഴിയോരത്തുനിന്ന് പട്ടാമ്പിയിലെ സ്നേഹ നിലയത്തിലേക്ക് മാറ്റിയ 57-കാരൻ്റെ മേൽവിലാസം വിശദമായ അന്വേഷണത്തിലാണ് പോലീസ് കണ്ടെത്തിയത്. ഒക്ടോബർ 1 ഷൊർണൂർ കല്ലിപ്പാടം കാർമൽ സ്കൂളിന്റെ മതിലിനോട് ചേർന്ന് തമിഴ്നാട് സ്വദേശിയെ അവശനിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഷൊർണൂർ DYSP R. മനോജ് കുമാർ ഇദ്ദേഹത്തെ വാഹനത്തിൽ കയറ്റി ഓഫീസിലെത്തിച്ച് ഭക്ഷണവും വെള്ളവും നൽകി. അവശത മാറിയതോടെ പേരും മേൽവിലാസവും ചോദിച്ചറിഞ്ഞു. എന്നാൽ മണി കോയമ്പത്തൂർ എന്ന് മാത്രമാണ് ഓർമ്മക്കുറവുള്ള ഇദ്ദേഹം പറഞ്ഞത്. മറ്റു കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഇതേ തുടർന്ന് DYSPയുടെ നിർദ്ദേശപ്രകാരം ഇദ്ദേഹത്തെ പട്ടാമ്പി സ്നേഹനിലയം ട്രസ്റ്റിൽ എത്തിക്കുകയായിരുന്നു. ഇതിനുശേഷം ഷൊർണൂർ പോലീസ് വിശദമായ അന്വേഷണം നടത്തി. അവശനിലയിൽ കണ്ടെത്തിയ വ്യക്തിയുടെ മേൽവിലാസം മണി
പട്ടാളമൻകോവിൽ സ്ട്രീറ്റ്, വടിവേലംപാളയം, പുളവപ്പട്ടി, കോയമ്പത്തൂർ, തമിഴ്നാട് എന്നതാണെന്ന് മനസ്സിലാക്കി. ഇതിനുശേഷം മണിയുടെ മകനെയും കണ്ടെത്തി. ഓർമ്മക്കുറവുള്ള മണിയെ 2 ദിവസം മുമ്പ് വീട്ടിൽ നിന്ന് കാണാതാവുകയായിരുന്നുവെന്നും അണ്ണൂർ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിട്ടുണ്ടെന്നും മകൻ പറഞ്ഞു. നാട്ടിലും പൊതുസ്ഥലങ്ങളിലും ഫോട്ടോ പതിച്ച് അന്വേഷണം നടത്തുന്നതിനിടയിലാണ് ഷൊർണൂർ പോലീസ് വിളിച്ചതെന്നും മകൻ സുഭാഷ് അറിയിച്ചു. ഗാന്ധിജയന്തി ദിനത്തിൽ കോയമ്പത്തൂരിൽ നിന്ന് മകൻ നേരിട്ടെത്തി അച്ഛനെ തിരിച്ചറിഞ്ഞു. പുതുവസ്ത്രങ്ങളും സ്നേഹസമ്മാനവും നൽകി മണിയെ ഷൊർണൂർ പോലീസ് മകനോടൊപ്പം യാത്രയാക്കി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. അക്ഷരാമൃതത്തോടെ നവരാത്രി ആഘോഷങ്ങൾക്ക് സമാപനം. വിജയദശമി ദിനത്തിൽ ആയിരക്കണക്കിന് കുരുന്നുകളാണ് ആദ്യാക്ഷരം കുറിച്ച് അറിവിൻ്റെ ലോകത്തേക്ക് പ്രവേശിച്ചത്. വിദ്യാരംഭത്തിനായി വിവിധ ക്ഷേത്രങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. വിവിധ കേന്ദ്രങ്ങളിൽ വാഹനപൂജയും ആയുധപൂജയും നടന്നു. വിജയദശമി ദിനത്തിൽ വടനംകുറിശി ചെമ്മഞ്ചേരി ശിവക്ഷേത്രത്തിൽ വാഹനപൂജയും എഴുത്തിനിരുത്തൽ ചടങ്ങുകൾ നടന്നു. വടനംകുറിശി തോട്ടേക്കോട് ശിവക്ഷേത്രത്തിൽ വാഹനപൂജയും ഉണ്ടായിരുന്നു. വിജയദശമിയോടനുബന്ധിച്ച് വാരണാസി ശ്രീ ചെമ്മഞ്ചേരി ശിവക്ഷേത്രത്തിൽ രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം വാഹനപൂജ നടന്നു. മഠത്തിൽ മോഹനൻ എമ്പ്രാന്തിരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ക്ഷേത്രസന്നിധിയിൽ വിദ്യാരംഭ ചടങ്ങുകളും നടന്നു. നിരവധി ഭക്തർ ക്ഷേത്ര ദർശനത്തിനായി എത്തിയിരുന്നു. വിജയദശമി ദിനത്തിൽ രാവിലെ വാരണാസി തോട്ടേക്കോട്ടെ ശിവക്ഷേത്രത്തിലും വിശേഷാൽ പൂജകൾക്ക് ശേഷം വാഹനപൂജ നടന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തൃശ്ശൂരിലും വിവിധ കേന്ദ്രങ്ങളിൽ വിജയദശമി ദിനത്തിൽ ദൃശ്യമായത് വൻ തിരക്ക്. വിവിധ ക്ഷേത്രങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലുമായി ആയിരക്കണക്കിന് കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചു. വ്യാഴാഴ്ച പുലർച്ചെ മുതൽ തന്നെ തൃശ്ശൂർ ജില്ലയിലെ മിക്ക ക്ഷേത്രങ്ങളിലും വലിയ തിരക്കാണ് ദൃശ്യമായത്. നൂറുകണക്കിന് കുരുന്നുകളാണ് വിദ്യാരംഭ ചടങ്ങുകൾക്കായി വിവിധ ക്ഷേത്രങ്ങളിൽ എത്തിയത്. എഴുത്തിനിരുത്തലിന് പ്രശസ്തമായ തിരുവുള്ളക്കാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിരവധി കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചു. പുലർച്ചെ മുതൽ ക്ഷേത്രത്തിനു മുന്നിൽ ഭക്തരുടെ നീണ്ട നിര ദൃശ്യമായിരുന്നു. വിപുലമായ സൗകര്യങ്ങളാണ് ഭക്തജനങ്ങൾക്കായി ക്ഷേത്രത്തിൽ ഒരുക്കിയത്. ജില്ലയിലെ സാംസ്കാരിക കേന്ദ്രങ്ങളിലും എഴുത്തിനിരുത്തൽ ചടങ്ങുകൾ നടന്നു. വിവിധ കേന്ദ്രങ്ങളിൽ വാഹനപൂജയുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഓങ്ങല്ലൂർ ശ്രീ കടപ്പറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷ പരിപാടികൾക്ക് വിജയദശമി ദിനത്തിൽ സമാപനം. വിജയദശമി ദിനത്തിൽ ക്ഷേത്രത്തിൽ വിദ്യാരംഭ ചടങ്ങ് നടന്നു. 100ഓളം കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചു. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഓങ്ങല്ലൂർ ശ്രീ കടപ്പറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ നവരാത്രി ആഘോഷ പരിപാടികൾക്ക് സമാപനമായി. സെപ്റ്റംബർ 22 തുടങ്ങിയ ആഘോഷ പരിപാടികൾ 2 വിജയദശമി ദിനത്തിലാണ് സമാപിച്ചത്. രാവിലെ 7 മണി മുതൽ കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിക്കുന്ന ചടങ്ങ് നടന്നു. റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ PK ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, പള്ളിപ്പുറത്ത് കളരിക്കൽ PK ഹരിഹരപ്പണിക്കർ എന്നിവർ കാർമ്മികത്വം നൽകി. നൂറോളം കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചു. വിദ്യാർത്ഥികളുടെ സംഗീതാർച്ചന, വാഹനപൂജ എന്നിവയുമുണ്ടായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വിജയദശമിയോടനുബന്ധിച്ച് മാങ്കുർശി ഭഗവതി ക്ഷേത്രത്തിൽ പുസ്തക വാഹന പൂജ, വിശേഷാൽ പൂജകൾ, വിദ്യാരംഭ ചടങ്ങ് എന്നിവ നടന്നു. എഴുത്തുകാരൻ വിനോദ് മങ്കര, TP ചന്ദ്രമോഹൻ എന്നിവർ ആദ്യാക്ഷര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. മാങ്കുർശി ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ പരിപാടികൾ നടന്നു. രാവിലെ പുസ്തക പൂജ, വാഹനപൂജ, നവരാത്രി പൂജ എന്നിവ നടന്നു. മേൽശാന്തി ലക്ഷ്മി പ്രസാദ് ശുക്ല നേതൃത്വം നൽകി. സിനിമാ സംവിധായകനും എഴുത്തുകാരനുമായ വിനോദ് മങ്കര, TP ചന്ദ്രമോഹൻ എന്നിവർ വിദ്യാരംഭ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. എല്ലാ കലകളുടെയും, എല്ലാ സാഹിത്യത്തിൻ്റെയും, എല്ലാ ശാസ്ത്രങ്ങളുടെയും, എല്ലാ സംഗീതത്തിൻ്റെയും ആരംഭം കുറിക്കലാണ്. ഞാനിന്ന് തുടക്കം കുറിച്ച ഈ കൊച്ചുമോൾക്ക് സകലവിധ ആയുരാരോഗ്യ സൗകര്യങ്ങളോടൊപ്പം തന്നെ സകല കലകളും, സകല സംഗീതവും, സകല ശാസ്ത്രങ്ങളും, സകല സാഹിത്യവും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. 25ലേറെ കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കണയം ശിവക്ഷേത്രത്തിൽ വിവിധ പരിപാടികളോടെ വിജയദശമി ആഘോഷിച്ചു. ഗണപതി ഹോമം, സരസ്വതി പൂജ, വിദ്യാരംഭം, വാഹനപൂജ എന്നിവയുണ്ടായിരുന്നു. മേൽശാന്തി കോമത്തില്ലത്ത് കേശവ ശർമ്മ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തോട്ടോഴി ശ്രീലത ടീച്ചർ കുട്ടികൾക്ക് ആദ്യാക്ഷരം പകർന്നു. ക്ഷേത്രം വൈസ് പ്രസിഡന്റ് A. രാഘവൻ നായർ, സെക്രട്ടറി ഹരി ചാങ്കത്ത്,
ഓഡിറ്റർ എ ശ്രീനാരായണൻ, ട്രഷറർ പി രാവുണ്ണി, പി ഉണ്ണികൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. വിജയദശമി ദിനത്തിൽ ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിലും വിദ്യാരംഭ ചടങ്ങ്, വാഹനപൂജ എന്നിവ നടന്നു. നിരവധി കുരുന്നുകൾ അറിവിന്റെ ആദ്യാക്ഷരം കുറിച്ചു. ഭക്തർക്ക് അന്നദാനവും ഉണ്ടായിരുന്നു. ഒന്നും ചെയ്യില്ല. ഒരു പൂവ ചൂടിക്കോളൂ, പൂ ചൂടു, തലയിൽ തലയിൽ വയ്ക്കൂ. അത്രേ ഉള്ളൂ, ഒന്നുമില്ല, വേറെ ഒന്നും ചെയ്യില്ല ഞാൻ. പാങ്ങാവ് ശിവക്ഷേത്രത്തിൽ രാവിലെ മുതൽ വിശേഷാൽ പൂജകളും വാഹനപൂജയും ആരംഭിച്ചു. ആയുധപൂജ, എഴുത്തിനിരുത്തൽ എന്നീ ചടങ്ങുകളും നടന്നു. പൂജകൾക്ക് ക്ഷേത്രം മേൽശാന്തി ഗോദശർമ്മൻ തിരുമേനി മുഖ്യ കാർമ്മികത്വം നൽകി. ദേവി മഹാത്മ്യം വായന KLM സരസ്വതിയുടെ നേതൃത്വത്തിലും നടന്നു. ക്ഷേത്രത്തിലെത്തിയ എല്ലാ ഭക്തർക്കും അന്നദാനവും നൽകിയിരുന്നു. ക്ഷേത്ര ട്രസ്റ്റി പ്രസിഡന്റ് രാമു ചാത്തനാത്ത്, മാനേജർ MA രാജു, സുരേഷ് ബാബു എന്നിവരും സന്നിഹിതരായിരുന്നു. ശിവക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ 22-ാം തീയതി മുതൽ 2-ാം തീയതി വരെയുള്ള 10 ദിവസം വ്യത്യസ്തമായ പൂജാതി കർമ്മങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായ രീതിയിലുള്ള പൂജകൾ നമ്മുടെ പങ്ങാവ് ശിവക്ഷേത്രത്തിൽ പങ്ങാവ് ശിവക്ഷേത്ര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ കൃത്യമായി നടന്നു വരികയാണ്. അവിടെ എല്ലാ വർഷവും നമ്മൾ ബൊമ്മക്കൊലു പ്രദർശനം നടത്താറുണ്ട്. ബൊമ്മക്കൊലു പ്രദർശനം നമ്മൾ ഇപ്രാവശ്യം കുറച്ചുകൂടി വിപുലമായ രീതിയിൽ നമ്മൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പുസ്തക പൂജ, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പുസ്തക പൂജ 100-ൽ പരം കുട്ടികൾ പുസ്തകം പൂജയ്ക്ക് വെച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ചെമ്പൈ വൈദ്യനാഥ ഭഗവതിയുടെ തറവാട് വീടായ കോട്ടായിലെ ചെമ്പൈ ഗ്രാമത്തിൽ വിജയദശമി ദിനത്തിൽ നിരവധി കുരുന്നുകൾ ആദ്യാക്ഷരം കുറിക്കാനെത്തി. ചെമ്പൈ വിദ്യാപീഠം ചെയർമാൻ സുരേഷ് വിദ്യാരംഭ ചടങ്ങിന് നേതൃത്വം നൽകി. കർണാടക സംഗീതകുലപതി ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ തറവാട് വീടായ ചെമ്പൈ ഗ്രാമത്തിൽ വിജയദശമി വിദ്യാരംഭ ദിനത്തിൽ ആദ്യാക്ഷരം കുറിക്കാൻ നിരവധി കുരുന്നുകളാണ് എത്തിയത്. ചെമ്പൈ വിദ്യാപീഠം ചെയർമാൻ ചെമ്പൈ സുരേഷ് കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിച്ചു നൽകി. ചെമ്പൈ വിദ്യാപീഠം സെക്രട്ടറി കീഴത്തൂർ മുരുകൻ നേതൃത്വം നൽകി. തുടർന്ന് ചെമ്പൈ വിദ്യാപീഠത്തിൻ്റെ സംഗീത പഠനത്തിൻ്റെ പുതിയ ബാച്ചിന് തുടക്കം കുറിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായ്. കണയം ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ വിജയദശമി ദിനത്തിൽ വിദ്യാരംഭം, വാഹനപൂജ, വിശേഷൽ പൂജകൾ എന്നിവ നടന്നു. മേൽശാന്തി തൊടിച്ചീൽ മഠത്തിൽ സുരേന്ദ്ര എമ്പ്രാന്തിരി ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. കണയം ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ രാവിലെ വിശേഷാൽ പൂജകളോടെ ചടങ്ങുകൾ ആരംഭിച്ചു. ഗണപതി ഹോമം, സരസ്വതി പൂജ, വാഹനപൂജ, മറ്റു വിശേഷാൽ പൂജകൾ നടന്നു. മേൽശാന്തി തൊടിച്ചിൽ മഠത്തിൽ സുരേന്ദ്ര എമ്പ്രാന്തിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വിദ്യാരംഭ ചടങ്ങുകൾക്ക് പരമേശ്വരൻ മാസ്റ്റർ മുഖ്യ കാർമ്മികത്വം നൽകി. ക്ഷേത്രം സെക്രട്ടറി C കൃഷ്ണദാസ്, ജോയിന്റ് സെക്രട്ടറിമാരായ കൂരിൽ ഉണ്ണികൃഷ്ണൻ, രാജേഷ് വെല്ലോത്ത്, അപ്പുനത്ത് ഗോപിനാഥൻ നായർ, ശ്യാമള, രശ്മി, സജിത, രാജി, പ്രീത, മനീഷ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വിജയദശമി ആഘോഷത്തിന്റെ ഭാഗമായി ഓങ്ങല്ലൂർ തളി മഹാഗണപതി ക്ഷേത്രത്തിലും വിശേഷാൽ ചടങ്ങുകൾ നടന്നു. രാവിലെ പൂജാ ചടങ്ങുകൾക്ക് ശേഷം വാഹനപൂജയുണ്ടായിരുന്നു. തുടർന്ന് നടന്ന വിദ്യാരംഭ ചടങ്ങിന് ഭാഗവതാചാര്യൻ ബ്രഹ്മശ്രീ പുരളിപ്പുറം നീലകണ്ഠൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കാലത്തിന്റെ മാറ്റത്തിനൊപ്പം ആചാര രീതികളിലും പരിഷ്കാരം. ചെറുതുരുത്തി കോഴിമാമ്പറമ്പ് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ ഈ പരിഷ്കാരത്തിന്റെ ഭാഗമായത് കമ്പ്യൂട്ടറിൽ ഹരിശ്രീ കുറിക്കാൻ സംവിധാനമൊരുക്കുകയാണ്. കാലം മാറുന്നതിനനുസരിച്ച് കോലം മാറണം എന്നൊരു ചൊല്ലുണ്ട്. ഈ ചൊല്ലിനെ അന്വർത്ഥമാക്കുകയാണ് ചെറുതുരുത്തി കോഴിമാമ്പറമ്പ് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ. വിദ്യാരംഭം കമ്പ്യൂട്ടറിൽ കുറിക്കാൻ സംവിധാനമൊരുക്കിയാണ് ക്ഷേത്രം ഭാരവാഹികൾ വേറിട്ട വഴിയിലൂടെ സഞ്ചരിച്ചത്. ക്ഷേത്രത്തിലെത്തിയ ഭക്തർക്ക് ഈ കാഴ്ച ആദ്യമൊരത്ഭുതമായി. കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ കമ്പ്യൂട്ടറിൽ ഹരിശ്രീ കുറിച്ചു. ഹരിശ്രീ കുറിക്കുന്നവർക്ക് ഒരു പേന സമ്മാനമായി നൽകി. ഒരു കമ്പ്യൂട്ടർ സ്ഥാപനത്തിൻ്റെ സഹകരണത്തോടെയാണ് കമ്പ്യൂട്ടർ വിദ്യാരംഭം സംഘടിപ്പിച്ചത്. കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് പ്രവേശിച്ചതോടെ കമ്പ്യൂട്ടറിൽ ഹരിശ്രീ കുറിക്കാൻ അവസരമൊരുക്കുക എന്ന കൂട്ടായ ആശയത്തിലൂടെയാണ് ഇത്തരമൊരു സംവിധാനമൊരുക്കിയതെന്ന് ക്ഷേത്രം ട്രസ്റ്റി നാരായണൻ നമ്പൂതിരിപ്പാട് പറഞ്ഞു. കോഴിമാമ്പറമ്പിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംരംഭം തുടങ്ങുന്നത്. അതായത്
ഡിജിറ്റൽ യുഗത്തിൽ നമ്മൾ കമ്പ്യൂട്ടറിൽ ഹരിശ്രീ കുറിക്കുന്ന ഒരു സംവിധാനം കൊല്ലം ഷൊർണൂർ ജിടെക് കമ്പ്യൂട്ടർ സെൻ്ററിൻ്റെ സഹകരണത്തോടുകൂടി കോഴങ്ങോളം ക്ഷേത്രത്തിൽ നടത്തിയിരിക്കുകയാണ്. ഇത് രാജ്യത്തെ സംരംഭമാണ്. ക്ഷേത്രത്തിനുള്ളിൽ മേശാന്തിൻ്റെ നേതൃത്വത്തിൽ ഹരിശ്രീ കുറിക്കുന്നതിനോടൊപ്പം തന്നെ ഇവിടെ കമ്പ്യൂട്ടറിലും ഒരു ഹരിശ്രീ കുറിക്കുന്ന ഒരു പുതിയ സംരംഭം ഡിജിറ്റൽ യുഗത്തിൽ നമ്മൾ തുടങ്ങുകയാണ്. പതിവ് രീതി അനുസരിച്ചുള്ള വിദ്യാരംഭ ചടങ്ങുകളും ക്ഷേത്രത്തിൽ നടന്നു. രാവിലെ മുതൽ തന്നെ വൻ ഭക്തജനത്തിരക്ക് ദൃശ്യമായിരുന്നു. നിരവധി വാഹനങ്ങളും ക്ഷേത്രത്തിൽ പൂജയ്ക്കായി എത്തി. 7 മണിയോടെ വാഹനപൂജയും തുടർന്ന് സംഗീതാർച്ചന, പൂജയെടുപ്പ്, എഴുത്തിനിരുത്തൽ എന്നിവയും നടന്നു. ക്ഷേത്രം പൂജാരി പുത്തില്ലത്ത് നാരായണൻ എമ്പ്രാന്തിരി നേതൃത്വം നൽകി. അന്നദാനവും ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. 20 വർഷമായി ഡ്രൈവിംഗ് പരിശീലനവും ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റും നടത്തിവരുന്ന ഗ്രൗണ്ടിന് അനുമതി നിഷേധിച്ച് മലമ്പുഴ ഇറിഗേഷൻ വകുപ്പ്. മുന്നറിയിപ്പില്ലാതെയുള്ള അധികൃതരുടെ നടപടി ഡ്രൈവിംഗ് പഠിതാക്കളെയും പരിശീലകരെയും വലച്ചിരിക്കുകയാണ്. ഇറിഗേഷൻ വകുപ്പിന്റെ മൈതാനം കണ്ട ഡ്രൈവിംഗ് സ്കൂളുകൾ ആരംഭിച്ചവരുടെ ഭാവിയും അനിശ്ചിതത്വത്തിലായി. ഡ്രൈവിംഗ് ടെസ്റ്റ് രീതികൾ മാറിയതോടെ ഡ്രൈവിംഗ് പരിശീലനത്തിന് മുൻകാലങ്ങളെ അപേക്ഷിച്ച് വലിയ സ്ഥലം ആവശ്യമാണ്. പരിശീലനത്തിനൊപ്പം അത്യാവശ്യ ഘട്ടങ്ങളിൽ റിപ്പയറിംഗ്, വാഹന പരിപാലനം എന്നിവയും ഇന്ന് ഡ്രൈവിംഗ് പരിശീലനത്തിൻ്റെ ഭാഗമാണ്. ആവശ്യത്തിന് സ്ഥലലഭ്യതയില്ലാത്തതിനാൽ സ്വന്തം നിലയ്ക്ക് പരിശീലിക്കുന്ന നിരവധി പേരും ഡ്രൈവിംഗ് സ്കൂൾ മുഖേന പരിശീലിക്കുന്ന നിരവധി ആളുകളും ഒരേ സമയം മലമ്പുഴ ഇറിഗേഷൻ വകുപ്പിൻ്റെ കീഴിലെ മൈതാനത്തെത്തുന്നത് പതിവാണ്. ഡ്രൈവിംഗ് പരിശീലനത്തിന് ശേഷം മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ മികവ് പരിശോധന നടക്കുന്നതും ഇറിഗേഷൻ മൈതാനത്താണ്. ഡ്രൈവിംഗ് പരിശീലനം നിർത്തിവെക്കാനുള്ള ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉത്തരവ് ഉദ്യോഗസ്ഥരെയും പരിശീലകരെയും പഠിതാക്കളെയും ഒരുപോലെ വലച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ 27-ാം തീയതി തൊട്ട് നമുക്ക് പ്രാക്ടീസും അതുപോലെ തന്നെ ടെസ്റ്റ് നിർത്തിവെക്കാൻ വേണ്ടിയിട്ട് ഇറിഗേഷനിൽ നമുക്കൊരു സ്റ്റോപ്പ് മെമ്മോ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്, കംപ്ലീറ്റ് നിർത്തിവെച്ചിരിക്കുകയാണ്. ഇതിന് പകരം ഒരു സ്ഥലം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും നോക്കുന്നുണ്ട്, ഇപ്പോൾ ഞങ്ങൾ ഡ്രൈവിംഗ് സ്കൂളുകളുടെ ഭാഗത്തു നിന്നും നോക്കുന്നുണ്ട്. പക്ഷേ ഒന്നും അങ്ങോട്ട് ശരിയാവണില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ഏരിയ വേണം, ഇതുപോലെ കിടക്കുന്ന ഏരിയകൾ ഇവിടെ അടുത്തൊന്നുമില്ല. ഉണ്ടെങ്കിൽ തന്നെ തരാൻ ആയിട്ട് ആരും സമ്മതിക്കുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ഏരിയ വേണം. പിന്നെ ആരെങ്കിലും പറയണവരൊക്കെ ഭീമമായ ഒരു തുകയാണ് എന്ത് വേണം റെൻറ്റ് പറയുന്നത്. അപ്പോൾ മൊത്തത്തിൽ നമ്മുടെ പഠിതാക്കൾ, അതായത് നമ്മുടെ അഡ്മിഷൻ എടുത്ത ആൾക്കാർ, പഠിതാക്കളും അതുപോലെ തന്നെ ഞങ്ങളും വളരെ ദുരിതത്തിലാണ്. അനുയോജ്യമായ മറ്റൊരു സ്ഥലം കണ്ടെത്തുന്നതുവരെ ഡ്രൈവിംഗ് ടെസ്റ്റോ പരിശീലനമോ പാലക്കാട് താലൂക്കിൽ ഉണ്ടായിരിക്കില്ലെന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും പരിശീലകരും പറയുന്നു. ഇറിഗേഷൻ വകുപ്പിൻ്റെ സ്ഥലമായ ഇവിടെ സ്റ്റേഡിയം പണിയാനുള്ള നടപടികൾ ആരംഭിച്ചതിനാലാണ് ഈ മാസം 27 മുതൽ ഒഴിഞ്ഞുപോകാനുള്ള കത്ത് നൽകിയത്. എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതുവരെയെങ്കിലും തുടരാൻ അനുവദിച്ചാൽ ആ കാലയളവിൽ അനുയോജ്യമായ സ്ഥലം കണ്ടുപിടിക്കാനാകുമെന്നും ടെസ്റ്റുകൾ മുടങ്ങാതെ പഠിതാക്കൾക്ക് ലൈസൻസ് ലഭിക്കുമെന്നും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും പരിശീലകരും പറഞ്ഞു. ഇതിനോടകം പല സ്ഥലങ്ങളും നോക്കിയെങ്കിലും താങ്ങാനാകാത്ത ഭീമമായ വാടകയാണ് സ്ഥലമുടമകൾ ആവശ്യപ്പെടുന്നതെന്നും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പറയുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഗാന്ധി ജയന്തി ദിനത്തിൽ ശുചീകരണ യജ്ഞവുമായി കേരള പ്രവാസി സംഘം. പാലപ്പുറം വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞിരക്കടവ് പാലവും പരിസര പ്രദേശങ്ങളും വൃത്തിയാക്കി. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ചാണ് ശുചീകരണ യജ്ഞം നടത്തിയത്. ഒറ്റപ്പാലം മുൻ MLA M. ഹംസ ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി C. മുകുന്ദൻ, പ്രസിഡന്റ് AP അഷ്റഫ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ M. ജയകുമാർ, നന്ദിനി മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. ഏരിയ വില്ലേജ് കമ്മിറ്റി നേതാക്കൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി വനം വന്യജീവി വകുപ്പ് സാമൂഹ്യ വനവൽക്കരണ വിഭാഗം പാലക്കാട് വിവിധയിടങ്ങളിൽ തൈകൾ നട്ടുപിടിപ്പിച്ചു. ഒലവക്കോട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ KG ജെറിൻ ആന്റണി നേതൃത്വം നൽകി. പാലക്കാട് മാട്ടുമാന്ത പൊതുശ്മശാനം, മാട്ടുമാന്ത മലമ്പുഴ റോഡ് പരിസരം എന്നിവിടങ്ങളിലാണ് വനം വന്യജീവി വകുപ്പ് സാമൂഹ്യ വനവൽക്കരണ വിഭാഗം വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചത്. തൈനടിയിലിന് ഒലവക്കോട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ KG ജെറിൻ ആന്റണി, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ BS ഭദ്രകുമാർ, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ മോഹനചന്ദ്രൻ, VK മോഹൻദാസ്, ഹരിദാസ് മച്ചിങ്ങൽ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് മങ്കരയിൽ 156 ഫലവൃക്ഷ തൈകൾ നട്ട് ഇറാം ഹോൾഡിംഗ്സ് ഗ്രൂപ്പ്. മങ്കര പോലീസ് ക്വാർട്ടേഴ്സിൽ നടന്ന ചടങ്ങ് CI പ്രതാപ് വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഷംസുദ്ദീൻ മാങ്കുർശി അധ്യക്ഷത വഹിച്ചു. മങ്കര ASI ഹരിപ്രസാദ്, CPOമാരായ അഫ്സൽ, സന്ധ്യാനന്ദൻ, പ്രഭുദാസ്, പരിസ്ഥിതി പ്രവർത്തകരായ PM അപ്പുകുട്ടൻ, ജാഗ്രതാ സമിതി അംഗം ലീല ബാലകൃഷ്ണൻ, AV രവി, KK റഹ്മാൻ എന്നിവർ സംസാരിച്ചു. 156 ഫലവൃക്ഷ തൈകളാണ് നട്ടത്. ഇറാം ഗ്രൂപ്പ് ഹോൾഡിംഗ്സ് ചെയർമാൻ ഡോക്ടർ സിദ്ദിഖ് അഹമ്മദിൻ്റെ സഹായത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഹരിതഗ്രാമം എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയദശമി ഗാന്ധി ജയന്തി ആശംസകൾ നേർന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മാറ്റൊലി. മഹാത്മാഗാന്ധി ലോകത്തിന് ഒരു മാതൃകയാണ്. സത്യത്തിൻ്റെയും അഹിംസയുടെയും ഗാന്ധിയൻ ദർശനങ്ങൾ ലോകമെങ്ങും കൂടുതൽ സ്വീകാര്യമായി വരികയാണ്. എന്നാൽ അശാന്തിയുടെ ഇക്കാലത്ത് ഇന്ത്യൻ സമൂഹം ഗാന്ധിയിൽ നിന്ന് വല്ലാതെ അകലുന്നുണ്ടോ? മാറ്റൊലിക്ക് ലഭിച്ച പ്രതികരണങ്ങളിലേക്ക്. ഗാന്ധിയൻ ചിന്തകളെ സംസ്കരിക്കാനാണ് കേന്ദ്ര ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകം മുഴുവൻ ഗാന്ധിജിയെ ആരാധിക്കുമ്പോൾ ഗാന്ധിയൻ തത്വങ്ങൾ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ അനിവാര്യമാണ്. ആനുകാലികമായ ഈ സമയത്ത് നല്ലൊരു ചോദ്യമാണ്. കാരണം ഞാനൊരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ മകനാണ്. ഞാൻ വളരെ നിരാശയാണ്. കാരണം ഗാന്ധിയൻ മൂല്യങ്ങൾ സംരക്ഷിക്കേണ്ട ആൾക്കാർ തന്നെ അദ്ദേഹത്തെ മറന്നതായിട്ടാണ് പല പ്രവർത്തനങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത്. ഇന്ത്യ ഗാന്ധിജിയെ, ഇന്ത്യയിലെ ഒരു കൂട്ടം ആളുകൾ ഗാന്ധിജിയുടെ ചരിത്രങ്ങളെയും ഗാന്ധിജിയുടെ സമരങ്ങളെയും മറക്കാൻ ശ്രമിക്കുമ്പോൾ ലോകം ഗാന്ധിജിയെ കുറിച്ച് ഓർക്കുകയാണ്. 2007 മുതൽ ഐക്യരാഷ്ട്രസഭ ലോക അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ഗാന്ധിജിയുടെ ജന്മദിനം ആചരിച്ചു വരികയാണ്. പക്ഷേ ഇന്ത്യയിലെ ഏതൊരു സാധാരണക്കാരനും ഒരു ദിവസം മാത്രം ഓർക്കേണ്ട ഒരു മുഖമല്ല ഗാന്ധിജിയുടേത്. ലോകരാഷ്ട്രങ്ങൾ വരെ ഗാന്ധിജിയുടെ ആശയങ്ങളും ആദർശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് അതൊരു വലിയൊരു മാതൃകയായിക്കൊണ്ട് ലോകരാഷ്ട്രങ്ങളെ ആദരിക്കുന്ന ഒരു സംജാതമാണ് ഇന്ന് ലോകമെമ്പാടുന്നത്. എന്നാൽ ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ ഗാന്ധിജിയുടെ മൂല്യങ്ങളും ആശയങ്ങളും അദ്ദേഹം പകർന്നു തന്ന ആശയങ്ങളുമെല്ലാം അദ്ദേഹം പ്രതിനിധീകരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെ അത് മറന്നുകൊണ്ട് വേറൊരു രീതിയിലുള്ള കേന്ദ്ര സർക്കാരാകട്ടെ ഒട്ടനവധി ഗാന്ധിയൻ ആദർശങ്ങളെല്ലാം ഇന്നലെ തന്നെ നമ്മൾ കണ്ടു. ഒരു പുതിയ നാണയം ഇറക്കുകയും അതിൽ ഗാന്ധിജിയെ പോലും ഉൾപ്പെടുത്താതെ ഭാരതാംബ എന്ന് പറയുന്ന ഒരു അങ്ങനെയുള്ളൊരു ലോഗോ പ്രകാശനം ചെയ്തുകൊണ്ട് ഗാന്ധിജിയെ പോലും വിസ്മരിക്കുന്ന രീതിയിലാണ് പ്രധാനമന്ത്രിയും ഇന്ത്യ ഭരിക്കുന്ന BJP എന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം കടുത്ത അവഗണന തുടരുകയാണെന്ന് മന്ത്രി K രാജൻ. L3 വിഭാഗത്തിലുള്ള ദുരന്തമാണെന്ന് പ്രഖ്യാപിച്ചത് 5 മാസത്തിനു ശേഷം. 2321 കോടിയുടെ റിപ്പോർട്ട് സമർപ്പിച്ച കേരളത്തിന് അനുവദിച്ചത് 260 കോടി മാത്രം. മണ്ണിന്റെ പ്രത്യേകതകൾ ശാസ്ത്രീയമായി തിരിച്ചറിഞ്ഞുള്ള കൃഷിരീതികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി. മണ്ണിന്റെ പോഷക ഘടകങ്ങൾ അറിഞ്ഞ് പരിചരിച്ചാൽ കാർഷിക മേഖലയിൽ വലിയ നേട്ടമുണ്ടാകും. കൊയ്ത്തിനൊരു കൈത്താങ്ങ്, കൊയ്ത്ത് യന്ത്രങ്ങളുടെ ഫ്ളാഗ് ഓഫ് ആലത്തൂരിൽ. ഇനി മത്സരിക്കാനില്ലെന്ന മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ പ്രഖ്യാപനം പരാജയ ഭീതി കൊണ്ടുള്ള മുൻകൂർ ജാമ്യമെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് A തങ്കപ്പൻ. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പാക്കാൻ കഴിയാത്ത കുറ്റബോധം മന്ത്രിയെ വേട്ടയാടുന്നുണ്ടെന്നും A തങ്കപ്പൻ. ചിറ്റൂരിൽ 260 കിലോമീറ്റർ സ്വദേശരക്ഷാ പദയാത്രയുമായി കോൺഗ്രസ്. ചാവക്കാട് SIയെയും പോലീസുകാരനെയും യുവാവ് കുത്തിവീഴ്ത്തി. പ്രതി ബേബി റോഡ് സ്വദേശി നിസാറിന് മാനസിക പ്രശ്നങ്ങളുണ്ടെന്ന് സംശയം. സാഹസികമായി പിടികൂടിയ പ്രതി മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നതിനിടെയും പോലീസുകാരെ ആക്രമിച്ചു. കുത്തേറ്റ പ്രതിയുടെ സഹോദരനും ആശുപത്രിയിൽ. വാളയാറിൽ വീണ്ടും എക്സൈസിന്റെ കഞ്ചാവ് വേട്ട. KSRTC ബസ്സിൽ കടത്തുകയായിരുന്ന 2 കിലോ കഞ്ചാവുമായി ബംഗാൾ സ്വദേശി അറസ്റ്റിൽ. പത്ര ഏജന്റുമാർക്ക് ക്ഷേമനിധി ബോർഡ് രൂപീകരിക്കണമെന്ന് ന്യൂസ് പേപ്പർ ഏജന്റ്സ് അസോസിയേഷൻ. പത്രവായന പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കണം. അസോസിയേഷൻ സംസ്ഥാന നേതൃത്വ ക്യാമ്പ് കുളപ്പുള്ളിയിൽ.
സർക്കാർ അവഗണനയ്ക്കെതിരെ റേഷൻ വ്യാപാരികൾ പ്രക്ഷോഭത്തിലേക്ക്. ഒക്ടോബർ 7 നിയമസഭാ മാർച്ച്. അവഗണന തുടർന്നാൽ നവംബർ 1 മുതൽ താലൂക്ക് സപ്ലൈ ഓഫീസുകൾക്ക് മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കുമെന്ന് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ. അഹിംസയുടെ മന്ത്രധ്വനികളുമായി ഗാന്ധി ജയന്തി. ജീവിതം സന്ദേശമാക്കിയ മഹാത്മാവിന്റെ സ്മരണയിൽ നാടെങ്ങും വിപുലമായ പരിപാടികൾ. അക്ഷരാമൃതത്തോടെ നവരാത്രി ആഘോഷങ്ങൾക്ക് സമാപനം. വിജയദശമി ദിനത്തിൽ ആദ്യാക്ഷരം കുറിച്ചത് ആയിരക്കണക്കിന് കുരുന്നുകൾ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.